ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. ഹോണ്ട സിറ്റി, ജാസ്, അതേപോലെ അമേസ് പോലുള്ള വണ്ടികൾക്ക് ഓൾട്ടർനേറ്ററിനൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ പാടുള്ള കാര്യമാണ്. കാരണം ഓൾട്ടർനേറ്ററിൻ്റെ റിപ്പയറബിൾ ആയിട്ടുള്ള പാർട്സുകൾ അവൈലബിലിറ്റി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. പുതിയ ഓൾട്ടർനേറ്ററിൻ്റെ പ്രൈസ് ആണെങ്കിൽ അങ്ങേറ്റത്തെ പ്രൈസാണ്. ഓൾട്ടർനേറ്ററിൻ്റെ പ്രൈസ് ഞാൻ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 31 രൂപയ്ക്ക് അടുത്ത് തന്നെ ഓൾട്ടർനേറ്ററിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പം ചിലപ്പം അതിൻ്റെ ഈ ഉള്ളിലുള്ള ചെറിയ ചെറിയ കമ്പോണൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പം കേടായി വരുന്നത്. അത് നമുക്ക് മാറാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതിക്ക് പോലും ആ ചിലവിൻ്റെ പകുതിയുടെ പകുതിക്ക് പോലും നമുക്ക് ചിലപ്പോൾ അത് റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ പറഞ്ഞ പോലെ വണ്ടിക്ക് ചാർജിങ് ഇഷ്യൂ ഉണ്ട്, വണ്ടി ചാർജ് ആവുന്നില്ല, നമ്മുടെ ഓൾട്ടർനേറ്റർ നല്ല രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല, ബാറ്ററി നല്ല രീതിയിൽ ചാർജ് ആവുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ബാറ്ററിയുടെ ഔട്ട്പുട്ട് ആദ്യമേ ചെക്ക് ചെയ്യാം, ബാറ്ററിക്ക് ഇത്ര വോൾട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ട് ചില സിമ്പിൾ ടെസ്റ്റുകൾ ചെയ്താൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ റെഡ് ലീഡും നെഗറ്റീവ് ടെർമിനലിൽ മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് ലീഡും കണക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പം 12.49 വോൾട്ട് നമുക്കിവിടെ നമ്മുടെ ബാറ്ററിയുടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന മെയിൻ വയർ, ആ വയറിൽ അപ്രോക്സിമേറ്റ് ഈ സെയിം വോൾട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അതും കറക്റ്റാണ്. ഇവിടെ നമുക്ക് കാണാം സെയിം 12.49 വോൾട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഓൾട്ടർനേറ്റർ വന്നേക്കുന്ന ഈ ഒരു ബ്ലൂ കണക്ടർ ഉണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്താൽ നമുക്ക് കാണാം അതിൽ 3 പോയിൻറ്റ്സ് ഉണ്ട്, 3 വയറാണ് വരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട്സ്, അതായത് അതിൽ 2 പോസിറ്റീവ് ഒരു ഗ്രൗണ്ടും വരണം അതിൽ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു കണക്ടറിൽ ചിലപ്പോൾ ക്ലാവോ അഴുക്കൊക്കെ ഇരുന്നാലും ഒരു പക്ഷേ ചാർജിങ്ങിന് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ നമ്മൾ കപ്ലർ ഇതേപോലെ റിമൂവ് ചെയ്ത് എല്ലാം ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് ഉറപ്പുവരുത്തണം. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ഇവിടെ എല്ലാം ക്ലിയർ ആണ്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. നമ്മൾ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ കാണാം നമുക്കിവിടെ ബാറ്ററിയുടെ ലൈറ്റ് ഓൺ ആണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം ചാർജിങ് ഉണ്ടെങ്കിൽ അത് കെട്ട് പോകേണ്ടതാണ്. അപ്പോൾ അത് സംഭവം കെടുന്നുണ്ട്, പക്ഷേ ചാർജിങ് വേണ്ട രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് വരുന്നില്ല. വളരെ മൈനറായിട്ട് മാത്രമാണ് ഇത് ചാർജ് ആവുന്നത്. പിന്നെ ഈ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ ഇട്ടിട്ട് നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാം ചെറിയ വ്യത്യാസമുള്ളൂ, 12.6065 വരെയൊക്കെ അപ്രോക്സിമേറ്റ് വരുന്നുള്ളൂ. ആക്ച്വലി ഇതൊരു 13.80 ഓർ 14 അബവ് വരെ പോകേണ്ടതാണ്, 14.50 വരെയൊക്കെ വരേണ്ടതാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റർ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വളരെ കുറവാണ് കിട്ടുന്നത്. അതായത് ഓൾട്ടർനേറ്ററിൻ്റെ ചാർജിങ് കപ്പാസിറ്റി വളരെ കുറവാണെന്നുള്ളത് നമുക്കിവിടെ ക്ലിയറായി. അപ്പോൾ നമ്മളിത് കുറച്ച് അധികം നേരം ഇട്ടാൽ പോലും 12.70 വോൾട്ടിന് മേളിലോട്ട് ഇത് കയറുന്നില്ല. എന്തായാലും ഓൾട്ടർനേറ്ററിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പായി. നമുക്ക് ഓൾട്ടർനേറ്റർ ഡിസസംബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റർ ഡിസസംബിൾ ചെയ്തു. ഓൾറെഡി ഇതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇതിനകത്ത് റെക്ടിഫയർ യൂണിറ്റ് നമ്മൾ കണ്ടു, അതിൻ്റെ ഡയോഡിന് കംപ്ലൈൻറ്റ് ഉണ്ട്, റെഗുലേറ്റർ ഇഷ്യൂ ഉണ്ട്, അതേപോലെ നമ്മുടെ ബ്രഷ് ഹോൾഡർ നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റെക്ടിഫയർ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചത്. അതേപോലെ ബ്രഷ് ഹോൾഡർ നമുക്ക് കാണാൻ സാധിക്കും. ബ്രഷ് ഹോൾഡർ, ഇതിന് ബ്രഷ് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്ററും ബ്രഷ് ഹോൾഡറും വേറെ വേറെയാണ് വരുന്നത്. പല ടൊയോറ്റയുടെ ഡിസൈനും ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ. പല വണ്ടിക്കും ഈ കാണുന്ന റെഗുലേറ്ററും ബ്രഷ് ഹോൾഡറും ഒറ്റ യൂണിറ്റായിട്ട് വരാറുണ്ട്, പക്ഷേ ഇതിനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും 3 ഐറ്റംസാണ് നമുക്ക് മാറേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്ടിഫയർ അസംബ്ലി നമുക്ക് ഈ ഒരു ബോഡിയിലേക്ക്, ഓൾട്ടർനേറ്ററിൻ്റെ ബോഡിയിലേക്ക് കറക്റ്റ് വയറുകൾ നോക്കിയിട്ട് നമുക്കിത് സോൾഡർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിത് കറക്റ്റ് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓൺ സ്ക്രൂ ചെയ്യാനുള്ള കേസുകളേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിത് റെക്ടിഫയർ അസംബ്ലി ഇവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ വോൾട്ടേജ് റെഗുലേറ്ററും അതിൻ്റെ ബ്രഷ് ഹോൾഡറും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ബാക്ക് കവർ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റർ നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് പിടിപ്പിച്ചാൽ മാത്രം മതി. നമുക്കൊന്നും കൂടി കാണാം. പഴയ യൂണിറ്റ് തൊട്ടപ്പുറത്ത് നമുക്ക് വെച്ചിട്ടുണ്ട്, നമ്മൾ വെച്ച് നോക്കാം. അതേപോലെ പുതിയ യൂണിറ്റ് നമ്മൾ ഓൾട്ടർനേറ്ററിൽ ഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ട്. പാർട്സ് കിട്ടാൻ ടൈറ്റായിരുന്നു. മൂവാറ്റുപുഴ 2RSലെ ചേട്ടന്മാർ ഇത് ഇമ്പോർട്ട് ചെയ്ത് തരികയാണ്. അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് ഈ സംഭവം കിട്ടിയത്. എന്തായാലും കിട്ടിയില്ലായികയില്ല, നമുക്ക് ഓർഡർ ചെയ്ത സാധനം കിട്ടും. എന്തായാലും ഇങ്ങനെ പാർട്സ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് പുതിയ ഓൾട്ടർനേറ്ററിൻ്റെ 1/3 ചിലവിൽ ഇത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക്സ് ടു 2RS. അപ്പോൾ ഗൈസ് നമുക്കിനി ഈ ഓൾട്ടർനേറ്റർ എടുത്ത് വണ്ടിയിൽ അസംബിൾ ചെയ്യാം. വണ്ടിയിൽ സംഭവം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വണ്ടിയിൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓൾട്ടർനേറ്റർ നമുക്ക് ഊരിയെടുക്കാൻ ചിലപ്പോൾ എഞ്ചിൻ മൗണ്ടൊക്കെ ഊരി മാറ്റേണ്ടി വന്നേക്കും, അല്ലെങ്കിൽ കൂളിംഗ് ഹോസുകൾ, നമ്മൾ റേഡിയേറ്ററിൻ്റെ ഹോസുകൾ ഊരി എടുക്കേണ്ടി വന്നേക്കും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യാം. 12.51 വോൾട്ട് വരുന്നുണ്ട്, അതായത് ഓഫ് കണ്ടീഷനിൽ. ആ സെയിം വോൾട്ട് നമുക്കിവിടെ ഓൾട്ടർനേറ്ററിൻ്റെ പോയിന്റിലും കിട്ടേണ്ടതാണ്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ഈ മൾട്ടിമീറ്ററിൻ്റെ ലീഡ് കണക്ട് ചെയ്താൽ എത്ര വോൾട്ട് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഈ കാണുന്ന പോലെ ഇവിടെ വീണ്ടും
12.50 12.51 വോൾട്ട് വരെയൊക്കെ സംഭവം കയറി വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റാണ് വേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്കിത് ചാർജ് ആകുന്നുണ്ടോ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ബാറ്ററിയിൽ എത്ര വോൾട്ട് കയറുന്നുണ്ടെന്നുള്ളത് മൾട്ടിമീറ്റർ വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മൾട്ടിമീറ്റർ 12 വോൾട്ട് DC യിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ നമുക്ക് ബാറ്ററിയിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് കാണാം 13.80 13.85 ഒക്കെ കയറി വരുന്നുണ്ട്. ഇറ്റ് മീൻസ് ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ഓൾട്ടർനേറ്റർ നല്ല ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതേ ഔട്ട്പുട്ട് നമുക്ക് ഓൾട്ടർനേറ്ററിൻ്റെ പോയിന്റിലും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് അവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ചെക്ക് ചെയ്താൽ നമുക്കറിയാം സെയിം ഔട്ട്പുട്ട് അവിടെ വരുന്നുണ്ട്. അപ്പം ഡിമാൻഡ് അനുസരിച്ച് ഇത് 14 14.50 വരെയൊക്കെ കയറി വരാം. അപ്പോൾ നിലവിൽ നമ്മുടെ ചാർജിങ് ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഹോണ്ടയുടെ ID.Tech വെച്ച് വന്നേക്കുന്ന വണ്ടികൾ, ഡീസൽ വണ്ടികൾക്ക്. മൊബിലിയ ആയിക്കോട്ടെ, നമ്മുടെ അമേസ് ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജാസ് ആയിക്കോട്ടെ, ഇവരെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഡെൻസോയുടെ ഓൾട്ടർനേറ്റർ ആയതുകൊണ്ടാണ് പാർട്സ് അവൈലബിൾ അല്ലെങ്കിൽ ഈ സംഭവം ഫുള്ള് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. അതേപോലെ തന്നെ ഹോണ്ടയുടെ EGR ഡീസൽ വണ്ടികളുടെ EGR ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് പ്രേക്ഷകർ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ജാസ്, സിറ്റി പോലുള്ള വണ്ടികളുടെ EGRൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതെല്ലാവരും കാണുക. ഇതുപോലത്തെ പുതിയ കണ്ടൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.